നിയമസഭയിലേക്ക് KSU നടത്തിയ അവകാശ പത്രികാ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. +1 സീറ്റ് എണ്ണം വർദ്ധിപ്പിക്കുക, ഗ്രാന്റ് വിതരണം കൃത്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. സനൂപ് വിവരങ്ങൾ നൽകും. സനൂപ്, നേരത്തെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിരുന്നില്ല. ഇപ്പോഴെന്താണ് സ്ഥിതി? സൈഫുദ്ദീൻ 2 ജലപീരങ്കി വാഹനം ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തകരെ പോലീസ് നേരിട്ടത്. പക്ഷെ അപ്പോഴും KSU പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ഇപ്പോഴും ഇവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ഇപ്പോൾ അല്പം ശമനം, അതായത് പ്രവർത്തകർ അല്പം വീണ്ടും ബഹളം വയ്ക്കുന്നു. പോലീസുമായിട്ട് വീണ്ടും തർക്കത്തിൽ ഏർപ്പെടുകയാണ്. ഇടയ്ക്ക് ചെറിയൊരു ശമനം ഉണ്ടായിരുന്നു. വീണ്ടും പോലീസുമായിട്ട് തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. KSU പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറുന്നുകൊണ്ട് സമരം ചെയ്യുന്ന അവകാശ പത്രിക നിയമസഭാ മാർച്ച് എന്ന പേരിലാണ് ഇന്ന് നിയമസഭയിലേക്ക് KSU മാർച്ച് നടത്തിയത്. വിവിധ വിഷയങ്ങൾ, +1 വിഷയം, +1 സീറ്റ് പരിഹരിക്കുക, അതുപോലെ 4 വർഷ ഡിഗ്രി കോഴ്സ് നടപ്പിലാക്കിയത്, അതിൽ നിരവധി പിഴവുകളുണ്ട്. ആ പിഴവുകളെല്ലാം തന്നെ പരിഹരിക്കണം. ഗ്രാന്റ് വിഷയം, സ്കോളർഷിപ്പ് വിതരണത്തിലെ പിഴവുകൾ ഇതെല്ലാം തന്നെ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമായിരുന്നു. പ്രതിപക്ഷ നേതാവാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം ആരംഭിച്ചത്. ആദ്യം ബാരിക്കേഡ് മറിച്ചിടാൻ വേണ്ടി പ്രവർത്തകർ ശ്രമിക്കുകയും തുടർന്നാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തതൊക്കെ. നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും വിദ്യാർത്ഥികളും KSU പ്രവർത്തകരും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. തുടർന്നാണ് രണ്ടാമത് ഒരു ജലപീരങ്കി വാഹനം കൂടി പോലീസ് എത്തിച്ച് പ്രവർത്തകർ നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷെ അപ്പോഴും സംഘർഷത്തിന് അയവുണ്ടായില്ല. ഇപ്പോഴും ഈ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. വിദ്യാർത്ഥികളും KSU പ്രവർത്തകരും ആനന്ദിന് പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ നിൽക്കുകയാണ്. എന്തായാലും ഇപ്പോഴും ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് നിയമസഭാ മാർച്ച് സജീവമായി തന്നെ ഇവിടെ തുടരുകയാണ്. +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് KSUവിന്റെ നിയമസഭാ മാർച്ച് പുരോഗമിക്കുന്നത്. ഏറിയ സംഘർഷം പോലീസും പ്രവർത്തകർക്കുമിടയിൽ ഉണ്ടായിരിക്കുന്നു. ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. സനൂപ്, വലിയ പോലീസ് സന്നാഹം അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടോ ഇപ്പോഴും?
ശക്തമായിട്ടുള്ള പോലീസ് വിന്യാസം ഇവിടെ ഈ ബാരിക്കേഡിന് അപ്പുറത്ത് ഉണ്ട്. കാരണം ബാരിക്കേഡ് മറച്ചിടാൻ വേണ്ടി പലതവണ വിദ്യാർത്ഥികൾ ശ്രമിക്കുമ്പോഴും ബാരിക്കേഡ് മറച്ചിടാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു ഉള്ള ബാരിക്കേഡ്, അതായത് ഇളകിയിരുന്ന ഒരു ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ബാരിക്കേഡുകൾ മറച്ചിടാനൊക്കെയുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ബാരിക്കേഡ് ഒരു ഇളകിയിരുന്ന ഒരു ബാരിക്കേഡ് വലിച്ച് ഇഴച്ചുകൊണ്ടുപോയി മറ്റ് ബാരിക്കേഡിൽ ഇടിക്കുകയും അതുവഴി ബാരിക്കേഡ് മറച്ചിടാനൊക്കെയുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഇത് 1:30 ആരംഭിച്ച മാർച്ച് ഇപ്പോൾ 2 മണിയായപ്പോഴും തുടരുകയാണ്. ആരും തിരിഞ്ഞു പോകുന്നില്ലാണ്. പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാനുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആരും തിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. ചില പ്രവർത്തകർ ഇപ്പോഴും ഈ ബാരിക്കേഡിന്റെ മുകളിലുണ്ട്. ചിലര് ഈ ഇളകിയിരുന്ന ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് പോലീസിന് നേരെ മുദ്രാവാക്യം നടത്തുകയാണ്. പോലീസിനെതിരെ മുദ്രാവാക്യം വിളിയും കല്ലേറും നടക്കുന്നുണ്ട്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട് പോലീസ് ഇപ്പോഴും. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. നിയമസഭയ്ക്ക് മുന്നിൽ നേരിയ സംഘർഷം ഉടലെടുത്തിരിക്കുന്നു. ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ശ്രമം നടക്കുന്നു.